ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് പ്രീടേം ലേബർ ആണ്. പ്രീടേം ലേബറിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷനിൽ നമ്മൾ രണ്ട് കാര്യം ഓർക്കുക. എന്താ സംഭവിക്കുന്നത്, എപ്പോഴാ സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് ദ സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് കൺസപ്ഷൻ. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് കൺസപ്ഷൻ എപ്പോ സംഭവിക്കുന്നത് വെച്ചാൽ ആഫ്റ്റർ വയബിലിറ്റി ആൻഡ് ബിഫോർ കംപ്ലീറ്റഡ് 37 വീക്സ്. ഇതാണ് ഡെഫിനേഷൻ. എന്ത് സംഭവിക്കുന്നു, എപ്പോ സംഭവിക്കുന്നു. ഇറ്റ് ഇസ് എ സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് കൺസപ്ഷൻ ആഫ്റ്റർ വയബിലിറ്റി ബിഫോർ കംപ്ലീറ്റഡ് 37 വീക്സ്. ഇതൊരു ഡെഫിനേഷൻ. അപ്പൊ ഇത് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടെ പറയാം. വേറൊരു ടേം ആണ് ത്രെട്ടൻഡ് പ്രീടേം ലേബർ, അല്ലെങ്കിൽ നമ്മൾ പ്രീടേം കൺട്രാക്ഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രീടേം പെയിൻ എന്ന് പറയാം. ഇവിടെ എന്താന്ന് വെച്ചാല് ഇത് ശരിക്കും ലേബർ അല്ല, ജസ്റ്റ് കൺട്രാക്ഷൻസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് സർവൈക്കൽ ചേഞ്ചസ് ആയ ഡയലറ്റേഷനോ എഫേസ്മെന്റോ റൈപ്പനിങ് അങ്ങനത്തെ ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് കൺട്രാക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇതാണ് ത്രെട്ടൻഡ് പ്രീടേം ലേബർ. അപ്പൊ ഒരു പേഷ്യന്റ് വരുമ്പോൾ അത് ത്രെട്ടൻഡ് പ്രീടേം ലേബർ ആണോ ഇല്ല ശരിക്കും പ്രീടേം ലേബർ ആണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ ഒരു ടേം പറയുന്നത് ത്രെട്ടൻഡ് പ്രീടേം ലേബർ അല്ലെങ്കിൽ പ്രീടേം കൺട്രാക്ഷൻസ്. നമുക്ക് എറ്റിയോളജി നോക്കാം. എറ്റിയോളജി നോക്കുകയാണെങ്കിൽ എറ്റിയോളജി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്നും കറക്റ്റ് ആയിട്ടൊന്നും ഇല്ല. അപ്പം കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് ഫസ്റ്റ് വൺ, അത് നമ്മളൊരു 5 ഹെഡിങ്സിലാണ് പഠിക്കുക. ഫസ്റ്റ് വൺ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ടീരിയൽ വജൈനോസിസ് അല്ലെങ്കിൽ ട്രൈക്കോമോണസ് വജൈനാലിസ് വഴി കോറിയ അമ്യൂണൈറ്റിസ് ഉണ്ടാകുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബാക്ടീരിയ വന്നിട്ട് എൻഡോടോക്സിൻസ് റിലീസ് ചെയ്യും അമ്നിയോട്ടിക് ഫ്ലൂയിഡിലേക്ക്, വിച്ച് ഇൻ ടേൺ സ്റ്റിമുലേറ്റ്സ് ഡെസിഡ്യൂവ. എൻഡോടോക്സിൻസ് വന്നു അമ്നിയോട്ടിക് ഫ്ലൂയിഡിലോട്ട്, അത് വന്നിട്ട് ഡെസിഡ്യൂവിനെ സ്റ്റിമുലേറ്റ് ചെയ്ത ശേഷം സൈറ്റോകൈൻസും പ്രോസ്റ്റാഗ്ലാൻഡിൻസും റിലീസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ലേബർ നടക്കും. അപ്പൊ ഇതാണ് ഇൻഫെക്ഷനിൽ സംഭവിക്കുന്നത്. എൻഡോടോക്സിൻസ് വന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലോട്ട്, അവിടുന്ന് ഡെസിഡ്യൂവിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് സൈറ്റോകൈൻസും പ്രോസ്റ്റാഗ്ലാൻഡിൻസും ഉണ്ടാകുന്നു. ലേബറിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നു. അടുത്ത ഫാക്ടർ എന്ന് വെച്ചാൽ മെറ്റേണൽ ഫാക്ടേഴ്സ് ആണ്. മെറ്റേണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വൺ ഇസ് ഏജ്. ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും 2 എക്സ്ട്രീംസ് ഓഫ് ഏജ്, ഒരുപാട് ചെറിയ ഏജ് ആണെങ്കിലും നല്ല ഓൾഡ് ഏജ് ആണെങ്കിലും റിസ്ക് ഫാക്ടർ ആണ്. പിന്നെ ഉള്ളത് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആകുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും, അവര് അണ്ടർ ന്യൂട്രീഷൻ ആയിരിക്കും ആൻഡ് ലോ വെയിറ്റ് ഗെയിൻ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം മെറ്റേണൽ ഫാക്ടേഴ്സ് ആണ്. പിന്നെ സ്ട്രെസ്, സ്മോക്കിംഗ് ആൻഡ് ലാക്ക് ഓഫ് ആന്റിനേറ്റൽ കെയർ, ഇത് ഇത്രയാണ് മെറ്റേണൽ ഫാക്ടേഴ്സിൽ പറയാം. പിന്നെ അടുത്തത് ഒബ്സ്റ്റട്രിക് ഹിസ്റ്ററി. ഒബ്സ്റ്റട്രിക് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രീവിയസ് പ്രീടേം. ഒരിക്കൽ പ്രീടേം ഉണ്ടായിട്ടുള്ള ഒരാളില് പിന്നീട് നെക്സ്റ്റ് സബ്സിക്വന്റ് പ്രഗ്നൻസിയിൽ പ്രീടേംസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പ്രീവിയസ് പ്രീടേം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഫസ്റ്റ് ഓർ സെക്കൻഡ് ട്രൈമസ്റ്റർ ലോസ് ഉണ്ട്, പ്രീവിയസ് ആയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് അബോർഷൻ ഉണ്ട്. ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അടുത്തത് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസിൽ നമ്മളിപ്പോ പ്രീ എക്ലാംസിയ പഠിക്കുമ്പോഴാണെങ്കിലും ഇതിൽ പോളിഹൈഡ്രാമനസ് പഠിക്കുമ്പോൾ അവരെല്ലാം കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നതാണ് പ്രീടേം ലേബർ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീ എക്ലാംസിയ, ആന്റിപാർട്ടം ഹെമറേജ്, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, പോളിഹൈഡ്രാമനോസ്, ഫീറ്റൽ മാൽഫോർമേഷൻസ്, മെറ്റേണൽ ഇൽനസ്, സിസ്റ്റമിക് ഇൻഫെക്ഷൻസ്, അങ്ങനെ എന്ത് കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഈ വക എന്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും ഇത് പ്രീടേം ആകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് യൂട്രൈൻ ഫാക്ടേഴ്സ്. പറഞ്ഞാൽ സർവൈക്കൽ ഇൻകോമ്പിറ്റൻസി. സർവൈക്സ് ഇൻകോമ്പിറ്റന്റ് ആണെങ്കിൽ പ്രീടേം ആയിട്ട് ലേബർ നടക്കാം. ദെൻ ഡെവലപ്മെന്റൽ അനോമാലിസ്. ഡെവലപ്മെന്റൽ അനോമാലിസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാ അവര് സെപ്റ്റേറ്റ് യൂട്രസ് അല്ലെങ്കിൽ ബൈകോർണേറ്റ് യൂട്രസ്, ഇതൊക്കെയാണ് ഡെവലപ്മെന്റൽ അനോമാലിസ്. പിന്നെ ഉള്ളത് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ്. ദെൻ എക്സ്പോഷർ ടു ഡൈതൈൽ സ്റ്റിൽബോഎസ്ട്രോളും. ഇതെന്ന് വെച്ചാല് ഈ 5 ഹെഡിങ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇൻഫെക്ഷൻ പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, മെറ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദെൻ ഒബ്സ്റ്റട്രിക് ഹിസ്റ്ററി, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, യൂട്രൈൻ ഫാക്ടേഴ്സ്, ഇങ്ങനെ 5 ഹെഡിങ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് റിസ്ക് ഫാക്ടേഴ്സ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രീവിയസ് പ്രീടേം ആണ്. ഇനി ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ വന്നിട്ട് ഒരു ടൈപ്സ് ഓഫ് പ്രീടേം ഡെലിവറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നവര് 3 ടൈപ്പ് ആയിട്ടാണ്. ഒന്ന് സ്പോണ്ടേനിയസ് പ്രീടേം, ആൻഡ് സെക്കൻഡ് വൺ ഇയാട്രോജനിക് പ്രീടേം. ഇയാട്രോജനിക് പ്രീടേം മെയിൻ ആയിട്ട് കാണുന്നതെന്ന് വെച്ചാൽ പ്രീ എക്ലാംസിയ, IUGR, അബ്രപ്ഷൻ, അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുണ്ടാവുന്ന പ്രീടേം ആണ് നമ്മൾ ഇയാട്രോജനിക് പറയുന്നത്. പിന്നെ തേർഡ് വൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ PPROM.
PPRM എന്താണ്? പ്രീടേം പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ. ഈ ഒരു 3 ടൈപ്പായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ടേബിളിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഡയഗ്നോസിസ് നോക്കാം. ഡയഗ്നോസിസ് എന്ന് പറയുന്ന കാട്ടിലും പ്രഡിക്ഷൻ എന്ന് പറയുന്നത് തന്നെയായിരിക്കും കറക്റ്റ്. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ആന്റിനേറ്റൽ ടൈമിൽ നോക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് പ്രീടേം ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അതാണ് നമ്മളുടെ പ്രഡിക്ഷൻ ആണ് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് പ്രയർ പ്രീടേം ബർത്ത്. മുമ്പൊരു പ്രീടേം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രീടേം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ത്രെറ്റൻഡ് പ്രീടേം ലേബർ. അപ്പോൾ ജസ്റ്റ് ഒരു പ്രീടേം കൺട്രാക്ഷൻസ് മാത്രമേ ഉള്ളൂ, ഇല്ല ഇത് പ്രീടേം ലേബറിലേക്ക് പോകുവാണോ എന്നറിയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ. മെയിൻ ആയിട്ടുള്ളത് യൂട്രൈൻ കൺട്രാക്ഷൻസ്. യൂട്രൈൻ ട്രൂ ലേബറിന്റെ കൺട്രാക്ഷൻസ് എങ്ങനെയായിരിക്കും? ഫ്രീക്വൻസിയും ഡ്യൂറേഷനും കൂടി വരും. അപ്പൊ ആ ഒരു ടൈപ്പ് ആണോ നോക്കാം. എന്ന് വെച്ചാൽ ഒരു 6 അല്ലെങ്കിൽ മോർ കൺട്രാക്ഷൻസ് 1 അവറിൽ ഉണ്ടാകുന്നുണ്ടോ നോക്കാം. 6 or more contractions in 1 hour. പിന്നെ എന്തോലും മാത്രം പോരാ, സർവൈക്കൽ ചേഞ്ചസും വേണം. അപ്പൊ സർവൈക്കൽ ഡയലറ്റേഷൻ വന്നിട്ട് ഒരു 2 centimeter അല്ലെങ്കിൽ മോർ സർവൈക്കൽ ഡയലറ്റേഷൻ ഉണ്ടോ നോക്കുക. എഫൈസ്മെന്റ് 80% or more എഫൈസ്മെന്റ് കാണുന്നുണ്ടോ നോക്കാം. അപ്പൊ ഇത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ട്രൂ ലേബർ പ്രീടേം ആണോ അല്ല ജസ്റ്റ് ത്രെട്ടൻഡ് പ്രീടേം ആണോ എന്നുള്ളത് നമുക്ക് തമ്മിൽ തിരിച്ചറിയാം. കാരണം ത്രെട്ടൻഡ് ആകുമ്പോഴത്തേക്കും ഈ സർവൈക്കൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതാണ് സെക്കൻഡ് വൺ. പിന്നുള്ളത് അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ട് സർവിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്വജൈനൽ സ്കാൻ ആണ് ചെയ്യുന്നത്. ഇവിടെ 3 കാര്യങ്ങളാണ് ഓർക്കാനുള്ളത്. വെച്ചാൽ ഒരു 24 വീക്സിൽ നമ്മൾ സെർവൈക്കൽ ലെങ്ത് നോക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ഷോർട്ടൻ ആയിട്ട് ലെസ് ദാൻ 25 millimeter ആകിയിട്ടുണ്ട്. സെർവൈക്കൽ ഷോർട്ടനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 25 millimeterനെക്കാട്ടും കുറവാണ് എന്നുണ്ടെങ്കിൽ ഇത് പ്രീടേം ലേബറിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഫണലിംഗ് സെർവൈക്കൽ കനാൽ. നമ്മുടെ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസിന്റെ എന്തോ ഫീച്ചർ ആണത്. അത് ബൾജിങ് ഓഫ് ദ മെംബ്രെയിൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്കാനിൽ കാണുവാണെങ്കിൽ ഇത് പ്രീടേം ലേബർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആന്റിനേറ്റൽ പീരീഡിൽ ഇതൊക്കെ കാണുവാണെങ്കിൽ ഇത് പ്രീടേം ലേബറിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ആണ് അൾട്രാസൗണ്ടിൽ. ഇനി അടുത്ത് വന്നിട്ട് ബയോകെമിക്കൽ മാർക്കേഴ്സ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഫീറ്റൽ ഫൈബ്രോനെക്റ്റിൻ എന്ന് പറയും. ഈ ഒരു ഫീറ്റൽ ഫൈബ്രോനെക്റ്റിൻ എന്ന് വെച്ചാൽ ഇത് യൂഷ്വലി ഇത് ഒരു പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ഹാഫിലും നമ്മുടെ എന്തോ സർവൈക്കോ വെജനൽ സെക്രീഷൻസ് ഇത് കാണാറുണ്ട് നോർമലി. പിന്നെ ഇത് ഉണ്ടാവില്ല. പിന്നെ ഇത് കാണുന്നതെന്ന് വെച്ചാൽ റപ്ചർ ഓഫ് മെംബ്രെയിൻസ് നടന്നതിന് ശേഷം മാത്രമേ ഇത് സർവൈക്കോ വെജനൽ സെക്രീഷൻസിൽ കാണത്തുള്ളൂ. അതിന് ഇടയ്ക്കുള്ള ഒരു പീരീഡ് ഒരു 24 to 34 വീക്സ് ആ ഒരു ടൈമിൽ ഇത് ഉണ്ടാവില്ല. അപ്പം ഇത് നമ്മുടെ സെർവൈക്കോ വെജൈനൽ സെക്രീഷൻസിൽ ഉണ്ടെങ്കിൽ ഇത് പ്രീടേമിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് എലൈസ വെച്ചിട്ടാണ്. ലെവൽ എന്ന് വെച്ചാൽ വാല്യൂ മോർ ദാൻ 50 nanogram/milliliter ആണ് നോക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ തിയററ്റിക്കലി പറഞ്ഞു വെക്കുന്നെങ്കിലും ഇത് വന്നിട്ട് ഇതിന്റെ മോർ പ്രെഡിക്റ്റീവ് ആയിട്ട് നമ്മുടെ സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി ഒക്കെ നോക്കിയിട്ട് മോർ പ്രെഡിക്റ്റീവ് ആയിട്ട് പറയുന്ന വെച്ചാൽ ഇതിന്റെ ആബ്സെൻസ് ആണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. ഇതിപ്പം ഇല്ല എങ്കിൽ പ്രീടേമിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. സോ ആബ്സെൻസ് ഇസ് മോർ പ്രെഡിക്റ്റീവ്. അപ്പൊ ഇതാണ് ഒരു ബയോകെമിക്കൽ മാർക്കർ ഫീറ്റൽ ഫൈബ്രോനെക്റ്റിൻ. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഉള്ളത് മെറ്റേണൽ സലൈവറി എസ്ട്രിയോൾ. ജസ്റ്റ് പേര് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. മെറ്റേണൽ സലൈവറി എസ്ട്രിയോൾ, പിന്നെ പ്ലാസ്മ കോർട്ടിക്കോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. അപ്പൊ ഇത് 3ആണ് മാർക്കേഴ്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫീറ്റൽ ഫൈബ്രോനെക്റ്റിൻ, അത് മറക്കരുത്. അടുത്തത് നമ്മൾ അൾട്രാസൗണ്ട് എടുക്കുമ്പോഴത്തേക്കും ഫീറ്റൽ ബ്രീത്തിങ് മൂവ്മെന്റ്സ് നോക്കാം. ഫീറ്റൽ ബ്രീത്തിങ് മൂവ്മെന്റ്സ് നോക്കുമ്പോഴത്തേക്കും അത് ആബ്സെന്റ് ആണെങ്കിൽ ഒരു വിത്തിൻ 48 hours പ്രീടേമിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. ആബ്സെൻസ് ഓഫ് ഫീറ്റൽ ബ്രീത്തിങ് മൂവ്മെന്റ്സ് വന്നിട്ട് likely to undergo preterm within 48 hours. നെക്സ്റ്റ് കുറച്ച് വാർണിംഗ് സിഗ്നൽസ് ആണ്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കാം. എന്ന് വെച്ചാൽ മെൻസ്ട്രൽ ലൈക്ക് അബ്ഡോമിനൽ ക്രാംസ് വരുവാണ്. പെയിനിന്റെ ഇന്റൻസിറ്റിയാ പറയുന്നത്. പിന്നെ ലോ ഡൾ ബാക്ക് ഏക്ക് ഉണ്ട്. ഫീലിംഗ് ഓഫ് പെൽവിക് പ്രഷർ അല്ലെങ്കിൽ ഒരു ഹെവിനെസ് വജൈനയിൽ ഫീൽ ചെയ്യുന്ന. ഇൻക്രീസ് ചേഞ്ച് ഇൻ വജൈനൽ ഡിസ്ചാർജ്. ദെൻ ഫ്ലൂയിഡ് ലീക്കിംഗ് അല്ലെങ്കിൽ ഫ്രീക്വന്റ് നമ്മുടെ യൂട്രൈൻ കൺട്രാക്ഷൻസ് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു വാർണിംഗ് സിഗ്നൽസ് എന്ന് പറയുന്നത്. പിന്നീട് ക്ലിനിക്കൽ സെർവൈക്കൽ അസസ്മെന്റ്. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ആന്റിനേറ്റൽ പീരീഡിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ പൊസിഷൻ നോക്കുക, എന്താ ലെങ്ത് നോക്കുക, സെർവിക്സിന്റെ
കൺസിസ്റ്റൻസി നോക്കുക. അപ്പൊ ഇതൊക്കെ എന്തോ നേരത്തെ തന്നെ പ്രീടേം ടൈമിൽ തന്നെ ലെങ്ത് ഒക്കെ കുറഞ്ഞ് സെർവിക്സ് ഒക്കെ പെട്ടെന്ന് സോഫ്റ്റൻ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ പ്രീടേമിലേക്ക് പോകുകയാണെന്നുള്ളതാണ്. അതാണ് ക്ലിനിക്കൽ സെർവൈക്കൽ അസസ്മെന്റ്, PV ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. പിന്നെ ഇപ്പൊ വേറൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ യൂട്രൈൻ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടൊരു സംഭവമാണ് എക്സ്റ്റേണൽ ടോക്കോ ഡൈനാമോമീറ്റർ എന്ന് പറയും. എക്സ്റ്റേണൽ ടോക്കോ ഡൈനാമോമീറ്റർ. പക്ഷെ ഇതങ്ങനെ അത്രയ്ക്ക് നല്ല, ചില ഭയങ്കര കോസ്റ്റ്ലി ഒക്കെയാണ്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. വീട്ടിൽ ഇരുന്നാൽ നമുക്ക് ആക്ടിവിറ്റി, നമ്മുടെ യൂട്രൈൻ ആക്ടിവിറ്റി അറിയാൻ പറ്റും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫീറ്റൽ ഫൈബ്രോനെക്റ്റിൻ നോക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെർവൈക്കൽ ലെങ്ത്തിന്റെ കാര്യം, പിന്നെ പ്രീടേം ഹിസ്റ്ററി, പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് പ്രീടേം. ഇത്രയേ ഉള്ളൂ ഡയഗ്നോസിസ്. ഇതൊരു കുഴപ്പമില്ല. സ്പീഡാണോ? ഹലോ, ആരില്ലേ? നമുക്ക് പ്രിവെൻഷൻ നോക്കാം. പ്രിവെൻഷൻ വന്നിട്ട് ഫസ്റ്റ് ജനറൽ മെഷേഴ്സ്. ജനറൽ മെഷേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്തൊക്കെ വേണം. നല്ല ന്യൂട്രീഷൻ ഒക്കെ കൊടുക്കുക, ആന്റിനേറ്റൽ കെയർ ഒക്കെ കൊടുക്കുക, ഇതൊക്കെ തന്നെയുള്ളൂ. കൺസർവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജനറൽ മെഷേഴ്സ് പറയുന്നുള്ളൂ. അടുത്തത് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഹോർമോൺ വെച്ചാൽ നമ്മുടെ പ്രഗ്നൻസി സസ്റ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. അപ്പോൾ പ്രൊജസ്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ പ്രീടേം പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മളങ്ങ് എല്ലാവരിലും ജനറൽ പോപ്പുലേഷൻ അങ്ങ് കൊടുക്കില്ല. ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് പ്രീടേം ഉള്ളവരിലാണ് ഇത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് പ്രീടേം ഉള്ളവരിൽ നമ്മൾ പ്രൊജസ്ട്രോൺ കൊടുക്കാറുണ്ട് ആസ് എ പ്രിവെൻഷൻ. അത് വന്നിട്ട് രണ്ട് രീതിയിലാണ് കൊടുക്കുക. ഒന്നുകിൽ 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ കാപ്രോവേറ്റ്, 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ കാപ്രോവേറ്റ് നമ്മൾ വീക്ക്ലി ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വജൈനൽ പ്രൊജസ്ട്രോണോ കൊടുക്കാം. ഇത് ഇങ്ങനെ രണ്ടാണ് നമ്മൾ പ്രൊജസ്ട്രോൺ കൊടുക്കുന്നത്. അതാണ് സെക്കൻഡ് മെത്തേഡ്. തേർഡ് വൺ സെർവൈക്കൽ സർക്കുലേഷൻ. സെർവൈക്കൽ സർക്കുലേഷൻ നമ്മൾ മെയിൻ ആയിട്ട് ഇൻഡിക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്കത് മൂന്നായിട്ട് പറയാം. ഫസ്റ്റ് വൺ ഇസ് ഹിസ്റ്ററി ഇൻഡിക്കേറ്റഡ്. ഹിസ്റ്ററി ഇൻഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പ്രീവിയസ് ആയിട്ട് പ്രീടേം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരാളില് നമുക്ക് സർവൈക്കൽ ഇൻകോമ്പിറ്റൻസി ഇപ്പോഴുണ്ടെങ്കിൽ സർക്കുലേഷനിലേക്ക് പോവാം. അല്ലെങ്കിൽ എന്തുവാ റിക്കറന്റ് ആയിട്ടുള്ള മിഡ് ട്രൈമസ്റ്റർ ലോസ് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് സർക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് അൾട്രാസൗണ്ട് ഇൻഡിക്കേറ്റഡ്. അൾട്രാസൗണ്ട് ഇൻഡിക്കേറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ സർവൈക്കൽ ലെങ്ത് നോക്കിയപ്പോഴത്തേക്കും അത് ഷോർട്ട്, പിന്നെ ആ ഒരു ഫണലിങ്, ആ സംഭവമല്ലേ, അതൊക്കെ കാണുവാണ് എന്ന് വെച്ചാൽ ഇൻകോമ്പിറ്റൻസ് ആണ് എന്ന് നമുക്ക് അൾട്രാസൗണ്ടിൽ കൂടെ മനസ്സിലായി. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ സർക്കുലേഷനിലേക്ക് പോകാം. പിന്നെ ഉള്ള ഒരെണ്ണം റെസ്ക്യൂ സർക്കുലേഷൻ. റെസ്ക്യൂ സർക്കുലേഷൻ എന്ന് വെച്ചാൽ അവരുടെ സർവിക്സ് വന്നിട്ട് ഇൻകോമ്പിറ്റന്റ് ആണ്, പ്ലസ് ഇവരിൽ ത്രെട്ടൻഡ് പ്രീടേം എന്ന് വെച്ചാൽ കോൺട്രാക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൂടെ ഇൻകോമ്പിറ്റന്റും ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് റെസ്ക്യൂ പ്രൊസീജിയർ ആയിട്ട് നമുക്ക് റെസ്ക്യൂ സർക്കുലേജിങ് ചെയ്യാം. ഇതാണ് സെർവൈക്കൽ സർക്കുലേജിങ്. പിന്നെ ഉള്ളത് സ്ക്രീനിങ് ഓഫ് ബാക്ടീരിയൽ വജൈനോസിസ്. ഇത് ശരിക്കും യൂസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. പിന്നെ ഒരു മെയിൻ ആയിട്ട് പ്രീവിയസ് പ്രീടേം ഉള്ളവരിൽ ഇത് നല്ലതാണ്, നമ്മൾ ഈ ബാക്ടീരിയൽ വജൈനോസിസിനെ സ്ക്രീൻ ചെയ്യുന്നത്. അടുത്തത് മാനേജ്മെന്റ്. മാനേജ്മെന്റ് വന്നിട്ട് നമുക്ക് രണ്ടായിട്ട് പറയാം. ഫസ്റ്റ് ജനറൽ മെത്തേഡ്സ്. ജനറൽ മെത്തേഡ്സ് വേറെ കോംപ്ലിക്കേഷൻസ്, നമ്മൾ ഹിസ്റ്ററി ഒക്കെ നോക്കി ക്ലിനിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജനറൽ മെത്തേഡ്സ് ഒക്കെ ചെയ്യാം. എന്ന് വെച്ചാൽ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ റെസ്റ്റ് ചെയ്യാൻ പറയാം, ആവശ്യത്തിന് അഡിക്വേറ്റ് ഹൈഡ്രേഷൻ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് നല്ല അത് ഓറലി നമുക്ക് കൊടുത്താൽ മതി ഹൈഡ്രേഷൻ വേണമെങ്കിൽ. അല്ല ഭയങ്കരമായിട്ടുള്ള ഡിഹൈഡ്രേഷൻ കാണുവാണെങ്കിൽ നമുക്ക് ഐ വി കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഓറലി തന്നെ റീഹൈഡ്രേഷൻ കൊടുക്കാം. ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യാം. സീറിയാക്റ്റീവ് പ്രോട്ടീന് CBC ഡോക്ടർ ബ്ലോയ്ക്കൊണ്ടൊക്കെ നോക്കിയിട്ട് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യാം. പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ആന്റിബയോട്ടിക്സ് കൊടുക്കാം. ആന്റിബയോട്ടിക്സ് കൊടുക്കാം. പിന്നെ അൾട്രാസൗണ്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതൊക്കെ ജനറൽ മെഷേഴ്സ് ആണ്, നമുക്ക് തന്നെ തള്ളാൻ പറ്റിയതാണ്. ഇനിയുള്ളത് മെയിൻ ആയിട്ടുള്ളത് ഡിലേ ഡെലിവറി. ഇതെന്താന്ന് വെച്ചാൽ ഒരു പ്രീടേം ആയിട്ട് വരുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു ആഫ്റ്റർ 34 വീക്സ്, 34-37 വീക്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ കുട്ടി അത്യാവശ്യം എന്താണ് മെച്ചേർഡ് ഒക്കെ ആണ്, അപ്പൊ നമുക്ക് ഡെലിവറിയിലേക്ക് പോയാലൊന്നും പ്രശ്നമില്ല. ഇത് ലെസ് ദാൻ 34 വീക്സ് ആണ്, ഇപ്പോഴാണ് നമുക്ക് പ്രശ്നം. സോ നമ്മൾ
ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ കുട്ടി മാക്സിമം ഹെൽത്തി ആയിട്ട് കുട്ടി ജനിക്കുക എന്നുള്ളതാണ്. ഒരു 34 വീക്സിന് മുമ്പ് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ഇവരിൽ കോംപ്ലിക്കേഷൻസ് ലൈക്ക് എന്താ നമ്മുടെ ലങ് ഒന്നും മെച്യൂർ ആയിരിക്കില്ല. അപ്പം റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ടാകാം, ഇൻട്രാവെൻട്രിക്കുലർ ഹെമറേജ് ഉണ്ടാകാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിരിക്കും 34 വീക്സിന് മുമ്പ് കുട്ടി ജനിക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മള് എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മൾ ഈ ലങ് മെച്യൂരിറ്റി ഒക്കെ വരാനായിട്ട് കുട്ടി ഒന്ന് മെച്യൂർ ആകാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കാം. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് നമ്മൾ ഇതിനാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആക്ട് ചെയ്യാനായിട്ട് ഒരു 24 hours ഒക്കെ ആകുമ്പോൾ ഇതിന് നമ്മളൊരു ഡോസ് കൊടുത്ത് ഇതിന്റെ ഒരു പീക്ക് ആക്ഷൻ വരാനായിട്ട് ഒരു 24 hours എങ്കിലും കൊടുക്കും. അപ്പൊ നമ്മൾ ഇപ്പോൾ കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊടുത്തു കഴിഞ്ഞ് ഒരു 1 to 2 hours ഇവര് ലേബറിലേക്ക് പോകുകയാണ് എങ്കിൽ നമ്മൾ കൊടുത്ത കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊണ്ട് ഒന്നും നടന്നില്ലല്ലോ, അതിന്റെ ആക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പം ചെയ്ത് വെറുതെയായി. അതുകൊണ്ട് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊടുത്തിട്ട് ഈ കോർട്ടിക്കോസ്റ്റീറോയിഡിനെ ആക്ട് ചെയ്യാനുള്ള ഒരു സമയം കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ചില അത്രയും നേരം നമ്മൾ ലേബർ പിടിച്ചു നിർത്താം, പ്രിവെന്റ് ചെയ്ത് നിർത്താം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടോക്കോലൈറ്റിക്സ് കൊടുക്കണം. അപ്പൊ ഈ ടോക്കോലൈറ്റിക്സ് കൊടുക്കുമ്പോൾ അത്രയും സമയം എന്ത് ചെയ്യുക, ലേബർ നടക്കാതെ നമ്മുടെ യൂട്രസിനെ പിടിച്ചു നിർത്തും. ആ സമയം കൊണ്ട് നമ്മുടെ കോർട്ടിക്കോസ്റ്റീറോയിഡ്സിന് ആക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ ട്രീറ്റ്മെന്റിന്റെ. നമുക്ക് ഫസ്റ്റ് നമ്മൾ ടോക്കോലൈറ്റിക്സ് കൊടുക്കാം. ടോക്കോലൈറ്റിക്സ് എന്ന് വെച്ചാൽ ടോക്കോലൈറ്റിക്സ് കുറെ ഉണ്ട്, പക്ഷെ എല്ലാത്തിനും വന്നിട്ട് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ എഫക്റ്റീവ് ആണ്, പക്ഷെ കോംപ്ലിക്കേഷൻസ് എല്ലാത്തിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കോൺട്രാഇൻഡിക്കേഷൻസ് പറയാം. കോൺട്രാഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഫീറ്റൽ ഡെത്ത്. ഇപ്പൊ ഡെത്ത് ആയിട്ടിരിക്കുകയാണ്, പിന്നെ നമ്മൾ പ്രഗ്നൻസി പിടിച്ചു നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല, അപ്പം കോൺട്രാഇൻഡിക്കേറ്റഡ്. ഫീറ്റൽ അനോമാലീസ്, then chorioamnionitis, and any maternal or fetal conditions like a pre-eclampsia, antepartum hemorrhage, cardiac disease, IUGR, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ നമ്മൾ ടോക്കോലൈറ്റിക്സ് കൊടുക്കില്ല. അപ്പൊ ഇതാണ് കോൺട്രാഇൻഡിക്കേഷൻസ് ഓഫ് ദ ടോക്കോലൈറ്റിക്സ്. നമുക്ക് ഇതൊക്കെ ടോക്കോലൈറ്റിക്സ് നോക്കാം. ഇത് ഈ ടേബിൾ നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്, ഇതേപോലെ തന്നെ പഠിച്ചേ പറ്റൂ. ഞാൻ ജസ്റ്റ് ഇപ്പൊ പേര് മാത്രം പറയുന്നുള്ളൂ. ബീറ്റാമൈമെറ്റിക്സ് ആയിട്ട് നമ്മുടെ സാൽബ്യൂട്ടമോൾ, ടെർബ്യൂട്ടലീൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തേസ് ഇൻഹിബിറ്റേഴ്സ്, ഇൻഡോമെത്താസിൻ, പിന്നെ നൈട്രിക് ഓക്സൈഡ് ഡോണർ ആയിട്ട് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് പാച്ച്, പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം. ഓക്സിറ്റോസിൻ ആന്റഗോണിസ്റ്റ് ആയിട്ട് എറ്റോസിബാൻ കൊടുക്കാം. ദെൻ കാൽഷ്യം ചാനൽ ബ്ലോക്കർ, നിഫെഡിപ്പിൻ. ഇതിങ്ങനെ തന്നെ പഠിച്ചേ പറ്റൂ. സൈഡ് എഫക്ട്സ് ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ ഈ ടേബിൾ നന്നായിട്ട് പഠിക്കും. അപ്പൊ ടോക്കോലൈറ്റിക്സ് കൊടുത്തു. ഇനി അത് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ്. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എങ്ങനെയാ 7 days ആണ് ഇതിന്റെ ഒരു ഡോസ് പറയുന്നത്. രണ്ടെണ്ണം നമുക്ക് ഒന്നെങ്കിലും ബീറ്റാമെത്തസോൺ കൊടുക്കാം. ബീറ്റാമെത്തസോൺ IM ആയിട്ട് 12 mg ആണ്. 24 hours അപ്പാർട്ട് ആയിട്ട് 12 mg വീതം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഡെക്സാമെത്തസോൺ കൊടുക്കാം. ഡെക്സാമെത്തസോൺ എന്ന് പറയുമ്പോഴത്തേക്കും 6 mg വെച്ചിട്ട് 12 hourly 4 ഡോസ് ആയിട്ടാണ് വരുന്നത്. 6 mg വീതം അങ്ങനെ 4 ഡോസ് ആയിട്ട് 12 hours അപ്പാർട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ ഒരു 7 days കോഴ്സ് ആണ് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത്. ഒരു 7 days കോഴ്സ് കഴിഞ്ഞിട്ട് ഡെലിവറി നടന്നിട്ടില്ല എന്ന് വെച്ചാൽ നമ്മളിനി വീണ്ടും ഇത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഒറ്റ കോഴ്സ് തന്നെ മതിയാകും. 7 days ഉള്ള ഒറ്റ കോഴ്സ് തന്നെ നമുക്ക് മതിയാകും. ഈ ഒരു കോർട്ടിക്കോസ്റ്റീറോയിഡ്സിന്റെ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ കാണുകയാണെങ്കിൽ, കോറിയോ അമ്നിയോണൈറ്റിസ് കാണുകയാണെങ്കിൽ നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കരുത്. കോറിയോ അമ്നിയോണൈറ്റിസ് ആണ് ഇതിന്റെ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇനി നമുക്ക് ഡെലിവറി എങ്ങനെയാന്ന് നോക്കാം. ഡെലിവറി എങ്ങനെയാന്ന് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റേറ്റഡ് ആയിട്ട് ഒരു ടെർഷറി കെയർ ഹലോ, അവന് കേൾക്കാത്തയാണോ അത് ആർക്കും കേൾക്കുന്നില്ലേ? ഹലോ, പറയട്ടെ. ഓക്കെ. അപ്പൊ ഡെലിവറി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടെർഷറി കെയർ സെന്ററിലായിരിക്കണം, വിത്ത് NICU ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം. നമ്മളൊരു ആന്റിബയോട്ടിക് കവറിലായിരിക്കണം ഡെലിവറി നടത്തുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് ഭയങ്കര കോമൺ ആണ് ഈ ഒരു പ്രീടേം നിയോനേറ്റ്സിലൊക്കെ. അതെന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പെൻസിലിൻ IV കൊടുക്കണം. പെൻസിലിൻ IV കവറിലായിരിക്കണം നമ്മൾ ഈ ഡെലിവറി നടത്തുന്നത്. പിന്നെ അനാൽജസി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നാർക്കോട്ടിക്സ് യൂസ് ചെയ്യരുത്. എപ്പിഡ്യൂറൽ അനാൽജസി ആണ് കൊടുക്കേണ്ടത്.
പിന്നെ എന്താ വജൈനൽ ഡെലിവറി ആണ് എപ്പോഴും പ്രിഫേർഡ് ആയിട്ടുള്ളത്. റെസിപ്പിറ്റേറ്റ് ഡെലിവറി ഒന്നും ചെയ്യരുത്. വജൈനൽ ഡെലിവറി ആണ് ബെറ്റർ. ആൻഡ് പക്ഷേ എന്താ നമ്മുടെ ബ്രീച്ചോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സിസേറിയനിലോട്ട് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് വജൈനൽ ഡെലിവറി ആണ് ചെയ്യുന്നത്. പിന്നെ അസിസ്റ്റഡ് ഡെലിവറി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർസെപ്സ് യൂസ് ചെയ്യാം, വാക്വം യൂസ് ചെയ്യരുത്. ഫോർസെപ്സ് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അസിസ്റ്റഡ് ഡെലിവറി യൂസ് ചെയ്യാം. പിന്നെ നിയോനേറ്റൽ റിസസിറ്റേഷൻ വേണം. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ഡെലിവറി. ഇത്രയേ ഉള്ളൂ. പ്രീടേം എന്തെങ്കിലും പറയണോ ഒന്നുകൂടെ? ഹലോ, മനസ്സിലായി. കുഴപ്പമില്ല. നമുക്ക് അടുത്തത് PPROM നോക്കാം. ഇത് വയബിലിറ്റിക്ക് ശേഷം ഉണ്ടാവുന്നതല്ലേ നമ്മൾ പറയുന്നത്, എക്സ്പെൽഷൻ ആവുന്നതിനല്ലേ പ്രീടേം ലേബർ പറയുന്നത്? വയബിലിറ്റിക്ക് മുന്നേ അബോർഷൻ പറയില്ലേ? എന്നാണ് തോന്നുന്നത്, എനിക്ക് അബോർഷൻ അറിയത്തില്ല. ഇത് ആഫ്റ്റർ വയബിലിറ്റി 20 weeks അല്ലേ? ഇത് വയബിലിറ്റി ആഫ്റ്റർ വയബിലിറ്റി ആൻഡ് ബിഫോർ 37 weeks. അപ്പൊ നമുക്കിത് പറയാനാണെങ്കിൽ വേണമെങ്കിൽ 20 to 37 weeks എന്നും വേണമെങ്കിൽ പറയാം. അതിന് മുമ്പുള്ളായിരിക്കും അബോർഷൻ. എനിക്ക് അറിയത്തില്ല. അടുത്ത ടോപ്പിക് നമ്മുടെ റപ്ചർ ഓഫ് മെംബ്രെയിൻ ആണ്. റപ്ചർ ഓഫ് മെംബ്രെയിൻ പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്ക് ഡെഫിനേഷൻ നോക്കാം. ആ വാക്കിൽ തന്നെ ഉണ്ട്, പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ. അപ്പൊ എന്താ എന്ന് പറയുന്നത്? ഇറ്റ്സ് സ്പോണ്ടേനിയസ് റപ്ചർ ഓഫ് മെംബ്രെയിൻ ബിഫോർ ഓൺസെറ്റ് ഓഫ് ലേബർ. ലേബർ നടക്കുന്നതിന് മുമ്പ് മെംബ്രെയിൻ അങ്ങ് പൊട്ടിപ്പോവുകയാണ്. അതാണ് നമ്മുടെ പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി വേറൊരു ടേമാണ് പ്രീടേം പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ. ആ പ്രീടേം കാണുമ്പോഴേ നമുക്കറിയാം ഒരു 37 weeks ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പൊ പ്രീടേം പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ premature rupture of membrane before 37 completed weeks. അതാണ് preterm premature rupture of membrane. ഓക്കെ, ഇനി ഇതിന്റെ എറ്റിയോളജി നോക്കാം. എറ്റിയോളജി നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ യൂട്രസ് ആണെന്ന് വെക്കുക. ഇതിനുള്ളിൽ ഒരു ബാഗ് ഓഫ് ഫ്ലൂയിഡിനുള്ളിൽ നമ്മുടെ കുട്ടി കിടക്കുകയാണ്. ഈ മെംബ്രെയിൻ ആണ് പൊട്ടുന്നത്. ഇതെങ്ങനെയൊക്കെ പൊട്ടാം എന്ന് ആലോചിച്ചാൽ മതി. ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അസെൻഡിങ് ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണ്. എന്തൊക്കെ കാരണം? ക്ലമീഡിയ കാരണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കോ കാരണം, ഒരു ബാക്ടീരിയൽ വജൈനോസിസ്, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇൻഫെക്ഷൻ അസെൻഡ് ചെയ്ത് പോയി ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടായി, കോറിയോ അമ്നിയോണൈറ്റിസ് ഉണ്ടായി. അപ്പൊ കോറിയോ അമ്നിയോണൈറ്റിസ് ഉണ്ടാകുമ്പോഴത്തേക്കും ഈ മെംബ്രെയിൻ അങ്ങ് വീക്കൻ ചെയ്യാണ്. വീക്കൻ ചെയ്യുമ്പോൾ ഇത് പൊട്ടാം. അതാണ് ഒരു എറ്റിയോളജി, ഇൻഫെക്ഷൻസ്. ദെൻ സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ കിടക്കേണ്ട കുട്ടി ട്രാൻസ്വേഴ്സ് ലൈ ആണ്. മാൽപ്രസന്റേഷൻസ് ലൈക്ക് ട്രാൻസ്വേഴ്സ് ലൈ മെംബ്രെയിൻ സ്ട്രെച്ച് ചെയ്യല്ലേ. അപ്പൊ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. മാൽപ്രസന്റേഷൻസ് ലൈക്ക് ട്രാൻസ്വേഴ്സ് ലൈനും ബ്രീച്ചിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു കുട്ടി കിടക്കുന്ന ഒരു സ്ഥലത്ത് എന്താ ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി വരെയാണ്, അല്ലെങ്കിൽ ഇതിലുള്ള ഫ്ലൂയിഡിന്റെ എമൗണ്ട് കൂടുതലാണ്, പോളിഹൈഡ്രാമിനോസ് ഉണ്ട്, അങ്ങനെയാണെങ്കിലും ഇത് റപ്ചർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഇയാട്രോജനിക് PROM. ഇയാട്രോജനിക് PROM എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ വേർഷൻ ചെയ്യുമല്ലോ. സെഫാലിക് പ്രസന്റേഷൻ അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് സെഫാലിക് ആക്കാനായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അതാണ് എക്സ്റ്റേണൽ വേർഷൻ. അത് ചെയ്യാം, അല്ലെങ്കിൽ അമ്നിയോസെന്റസിസ് ചെയ്യാം. അപ്പോഴും ഇത് മെംബ്രെയിൻ റപ്ചർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എറ്റിയോളജി പറയുമ്പോൾ ഇൻഫെക്ഷൻ പറയണം, ദെൻ മാൽ പ്രസന്റേഷൻസിന്റെ കാര്യം പറയാം, മൾട്ടിപ്പിൾ പ്രഗ്നൻസിയും പോളിഹൈഡ്രാമിനോസും, പിന്നെ ഇയാട്രോജനിക് കോസസ്. ഇത്രയാണ് എറ്റിയോളജി. അടുത്തത് നമുക്കിനി ഡയഗ്നോസിസ്. ഇപ്പൊ ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ ഇപ്പൊ അവർ വരുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഗഷ് ഓഫ് ഫ്ലൂയിഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലീക്കേജ് പോലെ കണ്ടു അന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ നമുക്കിത് ആദ്യം എന്ത് ചെയ്യണം? ഇത് കൺഫേം ചെയ്യാം, ഡയഗ്നോസിസ് ചെയ്യണം. അപ്പോ ഫസ്റ്റ് നമുക്ക് എന്തായിരിക്കുമ്പോഴും ഓർമ്മ വരുന്ന സംഭവമാണ് PV ചെയ്യുന്ന കാര്യം. PV ചെയ്യുന്ന കാര്യം സാധാരണ ഒരു റപ്ചർ ഓഫ് മെംബ്രെയിൻ ആണെങ്കിൽ നമുക്കെന്ന് വെച്ചാല് പ്രീടേം റപ്ചർ അല്ല, ബിഫോർ 37 അല്ല 37 weeks കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് PV ചെയ്യുന്നത് കുഴപ്പമില്ല, അത് ഇൻഡിക്കേറ്റഡ് ആണ്. പക്ഷെ ഒരു പ്രീടേം ആയിട്ട് പ്രിമച്വർ റപ്ചറുമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഡെലിവറിയിലേക്ക് പോവില്ല, നമ്മൾ കുറച്ച് എന്തായാലും വെയിറ്റ് ചെയ്യണമല്ലോ, കുട്ടി പ്രിമച്വർ അല്ലേ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ PV ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇൻഫെക്ഷൻസിനോട് മോർ പ്രോൺ ആയിരിക്കും. അതുകൊണ്ട് PPROM ആണെങ്കിൽ, പ്രീടേം പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ ആണെങ്കിൽ നമ്മൾ PV ചെയ്യരുത്. അല്ല വെറും PROM ആണെങ്കിൽ മാത്രമേ നമ്മൾ PV ചെയ്യാൻ പാടുള്ളൂ. PPROM ആണെങ്കിൽ നമ്മൾ PV ചെയ്യരുത്.
നെക്സ്റ്റ് വന്നിട്ട് സ്റ്റിറൈൽ സ്പെക്കുലം എക്സാമിനേഷൻ. നമ്മുടെ സാധാരണ സ്പെക്കുലം എക്സാമിനേഷൻ ആണ്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരിപ്പം വന്നേക്കുന്ന ഒരു ഗഷ ഫ്ലൂയിഡുമായിട്ട് വന്നേക്കണം. അപ്പം എന്താണ് ഈ ഫ്ലൂയിഡ്? നമ്മൾ എന്തുവാ അമ്നിയോട്ടിക് മെംബ്രെയിൻ പൊട്ടി അത് അമ്നിയോൺ തന്നെയാണോ എന്ന് തിരിച്ചറിയണം. അപ്പം വേറെയും ചാൻസസ് ഉണ്ട്. അത് വന്നിട്ട് എന്താകാം? യൂറിൻ ആകാം, വജൈനൽ സെക്രീഷൻസ് ആകാം, സർവൈക്കൽ ഡിസ്ചാർജ് ആകാം, സെമൻ ആകാം, പെരിനിയൽ സ്വെറ്റ് ആകാം. അങ്ങനെ ഇതിന്റെയും ആണോ എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെക്കുലം എക്സാമിനേഷൻ ചെയ്യാം. അത് സ്പെക്കുലം എക്സാമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് നോക്കാം. പിന്നെ നമുക്ക് കോഡ് പ്രൊലാപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. കോഡ് പ്രൊലാപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് സ്പെക്കുലം ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളത് സ്പെക്കുലം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്വാബ് എടുത്തിട്ട് എന്ത് ചെയ്യണം? കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റിക്ക് വിടണം. പിന്നെ ഒരെണ്ണം എന്ന് വെച്ചാല് അത് വന്നിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ ഫീറ്റൽ ഫൈബ്രോനെക്റ്റിൻ എന്നുള്ള സംഭവം, ഒരു റപ്ചർ ഓഫ് മെംബ്രെയിൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഫീറ്റൽ ഫൈബ്രോനെക്റ്റിൻ പിന്നെ നമുക്ക് കാണുന്നത്. അപ്പൊ ഈ ഫീറ്റൽ ഫൈബ്രോനെക്റ്റിൻ കാണുന്നുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ എന്ന് പറയുന്നത് റപ്ചർ മെംബ്രെയിൻ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. ഫീറ്റൽ ഫൈബ്രോനെക്റ്റിനും ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ BP1 ഇത് നമ്മുടെ പ്രിമച്വർ റപ്ചർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് എന്തിൽ കിട്ടും? നമ്മുടെ സ്പെക്കുലം എക്സാമിനേഷനിൽ കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നോക്കാം. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ ഫസ്റ്റ് വൺ ഇസ് നൈട്രസീൻ പേപ്പർ ടെസ്റ്റ്. നൈട്രസീൻ പേപ്പർ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലിക്വർ അമോണിയ ലിക്വർ വന്നിട്ട് എന്താണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒരു ആൽക്കലൈൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നൈട്രസീൻ പേപ്പർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് യെല്ലോ കളറിൽ കാണും എന്നാണ് പറയുന്നത്. അതാണ് നൈട്രസീൻ പേപ്പർ ടെസ്റ്റ്. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ഫോൺ ടെസ്റ്റ്. ഫോൺ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കിട്ടിയ ആ ഒരു സാമ്പിൾ എടുത്ത ശേഷം എന്താണ് ആ ഡിസ്ചാർജ് അത് നമ്മൾ സ്ലൈഡിൽ എടുത്ത് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴേക്കും അത് അമ്നിയോൺ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫോൺ ലൈക്ക് ആർബറൈസേഷൻ പോലെ നമുക്ക് കാണാൻ പറ്റും. ഫോൺ ലൈക്ക് പാറ്റേൺ. ഇതാണ് നമ്മൾ ഫോൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഫോണിങ് കാണാൻ പറ്റും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണെങ്കിൽ. പിന്നെ ചെയ്യാൻ പറ്റും നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യാം. അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഫീറ്റസിന്റെ പൊസിഷൻ നോക്കാം. പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വോളിയം ഒക്കെ നോക്കാം. പിന്നെ നോൺ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാം. നോൺ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്നപ്പോഴും ഫീറ്റൽ വെൽബീയിങ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെയുള്ളത് നെക്സ്റ്റ് പ്രൊസീജിയർ കൺഫർമേഷൻ ഓഫ് ജസ്റ്റേഷണൽ ഏജ് എന്ന് വെച്ചാൽ സാധാ PROM ആണോ ഇല്ല പ്രീടേം PROM ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റേഷണൽ ഏജ് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യണം. നമ്മൾ അവരുടെ ഹിസ്റ്ററിയും പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എടുത്ത സ്കാനും ഒക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റേഷണൽ ഏജ് കൺഫേം ചെയ്യണം. പിന്നെ ഇൻഫെക്ഷൻസ് നോക്കുക. ഇൻഫെക്ഷൻസിന്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ? ലൈക്ക് പൈറക്സിയ, മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ടക്കികാർഡിയ, യൂട്രൈൻ ടെൻഡർനെസ്, ഫൗൾ സ്മെല്ലിംഗ്, പുരുലന്റ് ഡിസ്ചാർജ്, ടോട്ടൽ ല്യൂക്കോസൈറ്റിക് കൗണ്ട്, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. സിറിയാക്റ്റീവ് പ്രോട്ടീൻ, പിന്നെ സർവൈക്കൽ സ്വാബിന്റെയും യൂറിന്റെയും കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി, ഇതൊക്കെ ചെയ്ത് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇത്രയാണ് ഡയഗ്നോസിസ്. അപ്പൊ ഡയഗ്നോസിസ് കഴിഞ്ഞു. അപ്പം PROM ആണെന്ന് കിട്ടി. ഇനി നമ്മൾ നമ്മൾ ഇനി വെയിറ്റ് ചെയ്ത് എക്സ്പെക്ടഡ് മാനേജ്മെന്റ് ചെയ്യണോ ഇല്ല നമ്മൾ ഇപ്പൊ തന്നെ ഡെലിവറിക്ക് പോകണോ എന്നുള്ളതാണ് നമ്മൾ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം. അതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റേഷണൽ ഏജ്, പിന്നെ ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ, കുട്ടിയുടെ ഒരു ഫീറ്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് എന്നുള്ളത് ആലോചിക്കുന്നത്. അപ്പോ നമുക്കിനി ഓരോ ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് പറയാം. ടേം അല്ലെങ്കിൽ നിയർ ടേം. ടേം അല്ലെങ്കിൽ നിയർ ടേം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 34 വീക്സ് കഴിഞ്ഞു. ആഫ്റ്റർ 34 വീക്സ് ആയ ഒരു ആണ്. അപ്പൊ ഒരു 34 വീക്സ് കഴിഞ്ഞ് നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്തായാലും കുട്ടി നല്ല മെച്ചുവർ ആയിട്ടുള്ള ഒരു കുട്ടി ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ മിക്കവാറും ഒരു 90% നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ധ്യാനം എന്ത് ചെയ്യും, ലേബറിലേക്ക് പൊയ്ക്കോളും. ഇൻ കേസ് അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡ്യൂസ് ചെയ്യാം. ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷനും പിന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻസും കൊടുത്തിട്ട് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം. ഒരു കാര്യം ആലോചിക്കുന്ന വെച്ചാൽ നമ്മൾ ഇത് റപ്ചർ ഓഫ് മെംബ്രെയിൻ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഡെലിവറി നടത്തുമ്പോഴത്തേക്കും ആന്റിബയോട്ടിക് കവറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, ഡെലിവറി നടത്തേണ്ടത്. അത് മറക്കല്ല്. പിന്നെ വജൈനൽ ഡെലിവറി ആണെങ്കിൽ വജൈനൽ ഡെലിവറി മതി. ബ്രീച്ച് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, സിസേറിയൻ ചെയ്യാം. അതൊക്കെ നമ്മൾ സാധാരണ എല്ലായിടത്തും പറയുമ്പോൾ തന്നെയാണ്. ആഫ്റ്റർ 34 വീക്സ് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ്. ഇനി പ്രീടേം ആണ്. ഈ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ആലോചിക്കാം.
പ്രിമച്യൂരിറ്റി 34 വീക്സിന് മുമ്പ് ജനിക്കുകയാണ് കുട്ടി. അപ്പൊ കുട്ടിയിൽ പ്രിമച്യൂരിറ്റിയുടെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാം. ഫീറ്റൽ ഡിസ്ട്രസ്, ഹെമറേജ്, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാം. അത് ആലോചിക്കണം. അതേപോലെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പൊ തന്നെ ഡെലിവറി ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഇത് രണ്ടും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോ ഫസ്റ്റ് നമുക്കൊരു 24 to 32 വീക്സിന്റെ കാര്യം പറയാം. 24 to 32 വീക്സിൽ വന്നേക്കാണ്. അപ്പൊ നമ്മൾ വന്ന ഉടനെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഹോസ്പിറ്റലൈസ് ചെയ്യണം. ഹോസ്പിറ്റലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ സ്പെക്കുലം എക്സാമിനേഷൻ ഒക്കെ ചെയ്തിട്ട് ആണോ എന്ന് കൺഫേം ചെയ്യുക. റപ്ചർ ഓഫ് മെംബ്രെയിൻ തന്നെ ആയിരുന്നോ എന്ന്, കോർപ്പറൽ ലാബ്സ് ഉണ്ടോ നോക്കുക. പിന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ സ്വാബ് എടുത്ത് നമ്മൾ വിടുക, കൾച്ചറൽ സെൻസിറ്റീവ് വിടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ടഡ് മാനേജ്മെന്റ്, പ്രിമച്യൂരിറ്റി അല്ലേ, അപ്പൊ പ്രിമച്യൂർ ആയിട്ട് ഡെലിവറി ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ എക്സ്പെക്ടഡ് മാനേജ്മെന്റ് ചെയ്യാണ്. അത് കൊടുക്കുന്നതുകൊണ്ട് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് വെച്ച് നമ്മൾ എക്സ്പെക്ടഡ് മാനേജ്മെന്റ് ചെയ്യാണ്. പിന്നെ എന്താ, റപ്ചർ ഓഫ് മെംബ്രെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുക്കണം. ആന്റിബയോട്ടിക്സ് വന്നിട്ട് ഒരു ഓറക്കിൾ ട്രയൽ നമ്മുടെ ടെക്സ്റ്റ് കിടപ്പുണ്ട്. ഒന്നുമില്ല, അത് ഓറലി എറിത്രോമൈസിൻ കൊടുക്കുന്നതാണത്, ഓറക്കിൾ ട്രയൽ. അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കാം, ആംബിസിലിൻ കൊടുക്കാം, അല്ലെങ്കിൽ എറിത്രോമൈസിൻ കൊടുക്കാം, അറ്റ്ലീസ്റ്റ് 10 days. അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ എടുത്ത് കോർട്ടിക്കോസ്റ്റീറോയിഡ് ഒക്കെ കൊടുത്ത് എക്സ്പെക്ടഡ് മാനേജ്മെന്റിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ നമ്മുടെ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടു, ഇല്ല അപ്പോഴും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് ഈ ഒരു ഇൻഫെക്ഷന്റെ സൈൻസ് എന്തെങ്കിലും കണ്ടു, മീൻസ് ഫീവറോ ടെൻഡർനെസ്, പിന്നെ ഈ ഒരു CBC അങ്ങനത്തെ നമ്മുടെ ഒരു ഇൻഫെക്ഷന്റെ എന്തെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്, നേരെ നമ്മൾ ഡെലിവറിയിലോട്ട് പോകണം. പ്രിമച്യൂരിറ്റി ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോർട്ടിക്കോസ്റ്റീറോയിഡ് ഒക്കെ കൊടുത്ത് എക്സ്പെക്ടഡ് മാനേജ്മെന്റ് ഒക്കെ ചെയ്ത് നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു 2 വീക്കിൽ നമ്മൾ അൾട്രാസൗണ്ടും NSTയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം. കുട്ടിയുടെ കാർഡിയാക് ആക്ടിവിറ്റി ഒക്കെ നോക്കി അങ്ങനെ വേണം, ഒരു ഫോളോ അപ്പിൽ വേണം നമ്മൾ എക്സ്പെക്ടഡ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇൻഫെക്ഷന്റെ എന്തെങ്കിലും ഒരു സൈൻ കാണിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് നിർത്തുക, നമ്മൾ നേരെ ഡെലിവറിയിലോട്ട് പോകണം. ഇതാണ് നമ്മുടെ 24 to 32 വീക്സിൽ. ഇനി ഇതിലും താഴെ 24 വീക്സിലും താഴെയാണ്. 24 വീക്സിലും താഴെയായിട്ട് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ന് വെച്ചാൽ പൾമണറി ഹൈപ്പോപ്ലേസിയ ഉണ്ടാകും, ഒലിഗോ ഹൈഡ്രാമിനസ് കാണും. ഈ ഒലിഗോ ഹൈഡ്രാമിനസ് കാരണം തന്നെ കുട്ടിയിൽ ഫീറ്റൽ ഡിഫോമിറ്റീസും ലിംബ് കോൺട്രാക്ചേഴ്സും അങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. ശരിക്കും നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് ഈ ഒരു ബിഫോർ 24 വീക്സ്. ആ സമയത്ത് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുത്തിട്ട് പോലും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊടുക്കത്തില്ല, നമ്മൾ ടെർമിനേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ടെർമിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം പേഷ്യന്റ്, കുട്ടിയുടെ പാരന്റ്സിനെ വിളിച്ചിട്ട് കൗൺസിൽ ചെയ്ത് കാര്യമൊക്കെ പറയാ, ഇതൊക്കെയാണ് പ്രശ്നം, ഇത്ര 24 വീക്സിന് മുമ്പേ ആയിട്ടുള്ള ഇത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നെ വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൗൺസിലിംഗ് ചെയ്യണം, ദെൻ ടെർമിനേഷൻ ചെയ്യാം. ഇതാണ് ബിഫോർ 24 വീക്സ്. ഇതൊരു നമ്മുടെ ഈ ഒരു മാനേജ്മെന്റിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ്, ടെക്സ്റ്റിലുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഉള്ളൂ, ഹിസ്റ്ററി ആയിട്ട് ഒരാള് നമ്മുടെ റപ്ചർ ഓഫ് മെംബ്രെയിനുമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഡയഗ്നോസിസ് ഒക്കെ കൺഫേം ചെയ്തൊക്കെ നോക്കുക, ദെൻ ഇൻഫെക്ഷൻ, കോംപ്ലിക്കേഷൻ, അങ്ങനെ എന്തെങ്കിലും കോംപ്രമൈസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഡെലിവറിക്ക് പോകുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ടഡ് മാനേജ്മെന്റ് ആണ്. പക്ഷേ ലെസ് ദാൻ 24 വീക്സ് ആണെങ്കിലും ഒന്നും ചെയ്യാനില്ല, ടെർമിനേഷൻ. 24 to 34 വീക്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പെക്ടഡ് മാനേജ്മെന്റ് ചെയ്തിരിക്കാം. പക്ഷെ ഇൻഫെക്ഷൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ നിർത്തുക, നേരെ ഡെലിവറിക്ക് പോവുക. 34 to 30 വീക്സ് എന്ന് പറയും, 34 to 36 എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ തോന്നുന്നു ഇല്ല, എന്തായാലും അവർ ഡെലിവറിയിലേക്ക് പോകേണ്ട സംഭവം തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ സ്റ്റിറോയിഡ്സ് വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെയുള്ളൂ. എത്രയേ ഉള്ളൂ ഇതിന്റെ മാനേജ്മെന്റ്. ദെൻ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻസിനുണ്ട്, മെംബ്രെയിൻ റപ്ചറൽ ഇൻഫെക്ഷൻ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എപ്പോൾ ഡെലിവറി ചെയ്താലും നമ്മൾ ആന്റിബയോട്ടിക് കവറിൽ വേണം നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട്. അത് ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ IV പെനിസിലിൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇൻഫെക്ഷൻ വന്നിട്ട് മറ്റാണ് കോംപ്ലിക്കേഷൻസ് ആണ്. പിന്നെ ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് പ്രീമച്യൂരിറ്റി, ബെർത്ത് ആസ്ഫിക്സിയ ഉണ്ടാകാം, ഡ്യൂ ടു കോർഡ് പ്രൊലാപ്സ്, നിയോനേറ്റൽ സെപ്സിസ്, പിന്നെ ഒലിഗോ ഹൈഡ്രാമിനേസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് കുട്ടിക്ക് സ്ട്രക്ചറൽ ഡിഫോമിറ്റീസ് ഒക്കെ ഉണ്ടാകും, കോൺട്രാക്ചർ ടാലിപ്പസ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ കോംപ്ലിക്കേഷൻസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. PROയും കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഇല്ലടി, കുഴപ്പമില്ലല്ലോ. താങ്ക് യു.